ചോദിക്കാൻ പറയാൻ നിൽക്കണ്ട, കേറി തല്ലിടണം, കാലിന്റെ വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. നിങ്ങളെന്താ ഗുണ്ടിയാണോ? നിങ്ങളെന്താ ഗുണ്ടിയാണോ? നിന്നെ എവിടെ പറഞ്ഞു? നിന്നെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് എന്റെ മുമ്പ് കിട്ടിയാൽ നിന്റെ മുഖം ഇടിച്ച് ഞാൻ പരിപ്പാക്കും. അയ്യോ ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടെങ്കിലും പൊക്കോ, ഭൂമി നീണ്ടു വരുന്ന കിടക്കില്ലയോ. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. പക്ഷെ ഒരു പേ പിടിച്ച നായെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമുണ്ടോ ഞാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. നിങ്ങളെന്താ ഗുണ്ടിയാണോ? നിങ്ങൾ ആ ഒരു നിന്ന ടോക്കിൽ എന്റെ പേര് പറഞ്ഞു, എന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ മന്ദബുദ്ധിയാണ്. ഞാനല്ല കേട്ടോ മൈരേ. സൂക്ഷിച്ച് സംസാരിക്കണം. എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപഥസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ എന്നെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശ് നായർ. സാർ, ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതുകൊണ്ട് എന്റെ തലയെ കെട്ടിവെച്ചിട്ട് 2-3 ദിവസം എന്നെ ലാക്കപ്പിൽ തള്ളണം സാർ. എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഇയാൾ എന്തൊക്കെ വൃത്തിയോടെ വേർഡ്സ് ഉപയോഗിക്കണം, എന്ത് കളിച്ച് ചെയ്യാം. വിദ്യാഭ്യാസത്തിൽ എനിക്ക് അറിയാം ഇയാളെ എന്തൊക്കെ മന്ദബുദ്ധി, അല്ല ഒരിക്കലും ഉപയോഗിക്കാൻ പാടാത്തതാണ്. അതല്ല എനിക്ക് വേണം കേസ് കൊടുക്കാവുന്നേ ഉള്ളൂ. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ BCP. അല്ല, ഇത് എനിക്ക് ഏകാണ്ട് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. മന്ദബുദ്ധി, പൊട്ടൻ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ചോദിച്ചപ്പോൾ അയാൾ തെളിവ് വിളിക്കുന്നു. വൃത്തിയായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കണം. സംസ്കാരം ഇല്ല. സംസ്കാരമുള്ളവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല ഉപയോഗിക്കണം. മൈരനെ വിളിച്ചു തന്നെ. അങ്ങേക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ, ആനചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. എന്നെ എറണാകുളത്ത് വെച്ച് കണ്ടിന്യൂ ഇടിക്കുമെന്ന് പറയാം. അയാൾ ഗുണ്ടയാണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പൊട്ടൻ ചേർക്കാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഞാൻ ചേർക്കണമെന്നല്ല, എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ ചേർക്കണമെന്ന് ഒന്നാണ്. ഇവനൊന്നും വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഷൻ ഉപയോഗിക്കില്ലല്ലോ. കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചു. പിന്നെ എന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് അയാൾ പുച്ഛിക്കുകയാണ്. പൊട്ടൻ ചെറുക്കനൊക്കെ വിളിക്കുന്നത്. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ടിന്റെ തന്തയ്ക്കാണ് പോടാ ഇവന്റെ തന്തയ്ക്ക്. പൊട്ടന്മാരെ കുറെ പേരുണ്ടെന്ന്. അത് പെരേര പൊട്ടനായി. ഞാൻ പൊട്ടനല്ല. പെരേര 10ാം ക്ലാസ് ഗുസ്തിയാണ്. ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. എത്രയോ പടത്തിന് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഇപ്പൊ നെഗറ്റീവ് അടുത്താൽ കൊടുത്തിട്ട് ആകെ മഞ്ഞുമൽ ബോയ്സ് പറയാം. ആ പടം 250 കോടി കളിച്ചും ചെയ്തു. എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. വോൾട്ടേജ് ഇത്തിരി കൂടിയപ്പോ ആകെ ഒന്ന് കത്തി, അത്രേ ഉള്ളൂ.